അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പ്രപഞ്ചനാഥൻ്റെ സംരക്ഷണവും സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു സൃഷ്ടിക്ക് ഒരു സൃഷ്ടികർത്താവ് ആവശ്യമാണോ എന്ന ചോദ്യം എപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒന്നാണല്ലോ. മനുഷ്യാരംഭം മുതലേ അത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. സൃഷ്ടികർത്താവ് ആവശ്യമില്ല എന്ന് ചിലർ വാദിക്കും, സൃഷ്ടികർത്താവ് ആവശ്യമുണ്ട് എന്ന് മറ്റുള്ളവർ വാദിക്കും. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഒരു ചർച്ചാ വിഷയമായ ഒരു അടിസ്ഥാനപരമായ വിഷയമാണ് ഒരു സൃഷ്ടിക്ക് ഒരു സൃഷ്ടികർത്താവ് ആവശ്യമാണോ എന്നത്. ഈ ഒരു ചെറിയ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുക. നദീതടങ്ങളിൽ കാണുന്ന മിനുസമുള്ള ഉരുളൻ കല്ലുകൾ എങ്ങനെ ഉണ്ടായി വരുന്നതാണ് എന്ന് അവയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. പാറ പൊട്ടിപ്പിളർന്നുണ്ടാകുന്ന വിവിധ ആകൃതിയിലുള്ള കൂർത്ത് മൂത്ത പാറക്കല്ലുകൾ നദിയിലൂടെ മറ്റു കല്ലുകളോട് മുട്ടിയും തട്ടിയും ഉരുമിയും ദീർഘദൂരം സഞ്ചരിക്കുമ്പോൾ അവ ഉരുണ്ട മിനുസമുള്ള സ്വഭാവം കൈവരിക്കുകയാണ് ചെയ്യുന്നത്. തികച്ചും യാന്ത്രികമായ പ്രവർത്തനത്തിലൂടെ അഥവാ ബൈ ചാൻസിലൂടെയാണ് അവ ഉണ്ടാകുന്നത് എന്ന് കാണാം. പല പ്രയോജനങ്ങളുമുണ്ടെങ്കിലും അവ ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി ഉണ്ടായതല്ല. വിവിധ ആകൃതിയിലുള്ള കൂർത്തുമൂർത്ത പാറക്കല്ലുകളിൽ നിന്ന് മിനുസമുള്ള ഉരുളൻ കല്ലിലേക്കുള്ള പരിണാമം ദ്രവ്യത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് വിധേയമായി യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ് എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ മനുഷ്യനിർമ്മിത വസ്തുവായ ഒരു കസേര പോലെയുള്ള ഒരു ലഘു സംവിധാനം അങ്ങനെ ബൈ ചാൻസിൽ ഉണ്ടാകാമോ? കസേര എന്ന സൃഷ്ടിയുടെ ഉദ്ദേശ്യം ഇരിക്കാൻ ഉപയോഗിക്കുക എന്നതാണ്. അതിനനുസരിച്ചാണ് അതിൻ്റെ ആസൂത്രണവും സംവിധാനവും. അതൊരു മരക്കസേരയാണെങ്കിൽ മരത്തിൽ നിന്നും കസേരയിലേക്കുള്ള പരിണാമം കേവലം യാദൃശ്ചികമായി ദ്രവ്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് വിധേയമായി മാത്രം നടക്കുകയില്ല. കാരണം ഉദ്ദേശ്യവും ഉദ്ദേശ്യത്തിനനുസരിച്ചുള്ള ആസൂത്രണവും സംവിധാനവും ബൈ ചാൻസിൽ ഉണ്ടാവുകയില്ല എന്നതു തന്നെ. അതിന് ബുദ്ധി ആവശ്യമാണ്. ബുദ്ധിയിൽ നിന്ന് മാത്രമേ ഉദ്ദേശ്യവും അതിനനുസരിച്ചുള്ള വൈദഗ്ധ്യവും ആസൂത്രണവും സംവിധാനവും ഉണ്ടാവുകയുള്ളൂ. ബുദ്ധിയാകട്ടെ ജീവനുള്ള ഒന്നിൻ്റെ മാത്രം പ്രത്യേകതയുമാണ്. കസേരയുടെ ഉദ്ദേശ്യം ഇരിക്കാനുള്ള ഒരു സംവിധാനം എന്നതാണ്. അതിനനുസരിച്ച് അതിനൊരു ഇരിക്കുന്ന പ്രതലവും അതിനെ താങ്ങി നിർത്തുന്ന കാലുകളും ചായിയിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രതലവും ഉണ്ട്. കാലുകൾ അടിയിലും ഇരിക്കുന്ന പ്രതലം അതിൻ്റെ മേലെ നിരപ്പായും ചാരുന്ന ഭാഗം പിന്നിൽ മുകളിലോട്ടും തന്നെയാവുന്ന നിലയിൽ തന്നെ അത് സംഘടിപ്പിക്കണം. അതൊക്കെ ബുദ്ധിയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒരു വ്യവസ്ഥാപിത സൃഷ്ടിയോ സംവിധാനമോ അതെത്ര ലഘുവാണെങ്കിലും സ്വതവേ ഉണ്ടാവുകയില്ല എന്നും അതിനു പിന്നിൽ സജീവവും ബുദ്ധിയുള്ളതുമായ ഒരു അസ്തിത്വത്തിൻ്റെ പ്രവർത്തനം ആവശ്യമാണ് എന്നുമാണ് വീഡിയോയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.